ഹായ് ഹലോ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് പോയിട്ട് കുറച്ച് ക്ലോത്തും അതുപോലെ തന്നെ കുറച്ച് ആക്സസറീസും ഒക്കെ പർച്ചേസ് ചെയ്തു. ആക്സസറീസ് മേക്കിംഗ് മെറ്റീരിയൽസ് ആണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഹെയർ ആക്സസറി മേക്കിങ്ങിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ക്ലോത്തും തപ്പിയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള പ്യുവർ കോട്ടൺ ക്ലോത്തുകൾ നമ്മൾ വാങ്ങിച്ചു. ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഐറ്റംസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒന്നല്ല ഒരുപാട് ഐറ്റംസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞുതരാം. രാവിലെ തന്നെ വണ്ടി കയറി. ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കടകൾ തപ്പിപ്പിടിച്ചിട്ട് ക്ലോത്ത് വാങ്ങണം എന്നുള്ളതായിരുന്നു. ഒരിക്കലും നമ്മുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു മോശമില്ലാത്ത രീതിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാവൂർ റോഡിൽ ഇറങ്ങിയിട്ട് പരാഗ് തപ്പിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂടെ എൻ്റെ അയൽവാസിയോടെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾ കട്ടക്ക് നിന്നതുകൊണ്ട് തന്നെ എനിക്ക് അവിടെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റി. ആദ്യമായിട്ടായിരുന്നു കോഴിക്കോട് ടൗണിൽ പോകുന്നുണ്ടായിരുന്നുള്ളത്. അപ്പോൾ പരാഗിൽ പോയി എന്നല്ലാതെ എനിക്ക് അവിടെ നിന്ന് ഒന്നും തന്നെ വാങ്ങാൻ പറ്റിയില്ല. കാരണം പരാഗ് അവിടെ ക്ലോസ് ആയിരുന്നു. രാവിലെ 9 ആയപ്പോഴേക്ക് എത്തിയെങ്കിലും അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഏകദേശം 10-10:30 ആവും തുറക്കാനെന്ന് തോന്നുന്നു. അപ്പം നേരത്തെ പോകുന്നത് ശ്രദ്ധിക്കുക. നേരത്തെ കയറി ചെന്ന് ഇതുപോലെ പെടണ്ട. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോന്നു. ആളെനിക്ക് വഴികളൊക്കെ പരിചയപ്പെടുത്തി തന്നു. അവിടുത്തെ പച്ചക്കറി മാർക്കറ്റുകളൊക്കെ പരിചയപ്പെടുത്തി തന്നു. ഹോൾസെയിലായിട്ട് കുറേ സംഭവങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ പരിചയപ്പെടുത്തി തന്നു. ടോയ്സും സംഭവങ്ങളും എല്ലാം പരിചയപ്പെടുത്തി തന്നു കേട്ടോ. ഭയങ്കര ഉപകാരമായി അങ്ങനെ ഒരാളെ കിട്ടിയത്. ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ആൾ അപ്രതീക്ഷിതമായി എൻ്റെ കൂടെ കൂടിയതാണ്. എന്തായാലും അടിപൊളിയായി. അടുത്തതായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് SM സ്ട്രീറ്റിലാണ് കേട്ടോ. അവിടെ നിന്ന് നടന്ന് SM സ്ട്രീറ്റിലെത്തി. ഇവിടെ പറയണ്ട, സ്കൂൾ തുറക്കുന്ന ടൈമാണ് കേട്ടോ. കുറച്ച് മുൻപ് എടുത്തുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കുന്ന ബഹളവും സാധനങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയവും നോട്ട് ബുക്കിനൊക്കെ വമ്പൻ ഓഫറുകളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പം അവിടുന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നോട്ട് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ കോയിൻകോ ബസാറിലേക്ക് വിട്ടു കേട്ടോ. അവിടെയാണ് ബ്രദേഴ്സ് എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ബ്രദേഴ്സ് ആർക്കും പരിചയപ്പെടുത്തേണ്ടി വരില്ല. ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്രദേഴ്സ് നമ്മുടെ SM സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കോയിൻകോ ബസാറിൻ്റെ ഉൾഭാഗത്തേക്ക് പോയാൽ ബ്രദേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ബ്രദേഴ്സിൽ പോകുന്നുണ്ടായിരുന്നത്. നമുക്ക് നടക്കാൻ പോലും എന്താ പറയുക, അത്രക്കും തിങ്ങി നിറഞ്ഞ് ഹെയർ ആക്സസറി ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസും ഐറ്റംസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വമ്പൻ ലോകം തന്നെയാണ് കേട്ടോ ബ്രദേഴ്സ് എന്ന് പറയുന്നത്. അത്രയധികം സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇവിടുന്ന് സാധനങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കാനാണ് കേട്ടോ പാട്. ഇവിടെ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നത് കുറച്ച് ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയുടെ ബീഡ്സും കുറച്ച് ലേസും കാര്യങ്ങളൊക്കെയാണ് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ പറഞ്ഞ പോലെ എനിക്ക് ഇതൊക്കെയുള്ള ഏരിയ ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കുറേ കൺഫ്യൂസ്ഡായി. ഈ സംഭവം നമ്മളൊരു 4-5 വട്ടം അവിടെ പോയെങ്കിൽ നമുക്ക് കറക്റ്റ് ചെന്നിട്ട് സാധനങ്ങൾ എടുത്ത് പോരാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് ചെന്നവർ പെടും. എന്തായാലും അവിടെ നിന്ന് വാങ്ങി നേരെ പിന്നെ വിട്ടത് തുണി എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ കോട്ടൻ്റെ ക്ലോത്തൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പരാഗിൽ നിന്നാണ് വാങ്ങാമെന്ന് വിചാരിച്ചത്. എത്തിപ്പെട്ടത് തുണിയിലാണ്. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു തുണി എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, അടിപൊളിയാണ്, നമുക്കവിടെ പോയി വെക്കാമെന്ന് പറഞ്ഞപ്പം റേറ്റൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ ഈ സെയിൽസ് ചേച്ചി ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. നല്ല ആൾ, നല്ല കമ്പനിയാണ്. അപ്പം നല്ല മോഡേണൊക്കെ അറിയുന്ന ആളാണ്. മോഡൽ ക്ലോത്തും പാറ്റേണൊക്കെ അറിയുന്ന ആളാണ്. അപ്പം ആൾ പറഞ്ഞതിനനുസരിച്ച് കട്ട് ചെയ്ത് തന്നു. നല്ല കുറച്ച് പ്രിൻസൊക്കെ കിട്ടി ഞങ്ങൾക്ക് അവിടെ നിന്ന്. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിയ പ്രിൻറ്റുകൾ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു ഗൈസ്.